പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഹെബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ ഉമ്മലഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ സമാധാനം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ ഒരുമിച്ച് പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലിച്ചന്റെ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ വചന ശുശ്രൂഷയിൽ പ്രവേശിക്കുമ്പോൾ കർത്താവ് നമുക്ക് ആമുഖമായി തന്ന വചനം ഹെബ്രായ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യമാണ്. അവിടുന്ന് തൻ്റെ ശക്തിയുടെ വചനത്താൽ എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നു. നമുക്കറിയാം പലപ്പോഴും പല കാര്യങ്ങളും താങ്ങി നിർത്തപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വാഴക്കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു മുട്ട് കൊടുത്ത് അതിനെ താങ്ങി നിർത്തും. അല്ലാന്ന് പറഞ്ഞാൽ ചില ചെടികളാണെങ്കിൽ വീണ് പോകാതിരിക്കാൻ അതിനെ താങ്ങി നിർത്തും എന്ന് പറയുന്നത് പോലെ ഓരോ വിശ്വാസിയും താങ്ങി നിർത്തുന്നത് കർത്താവിൻ്റെ വചനമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പല വിഷമങ്ങൾ, പ്രതിസന്ധികൾ അങ്ങനെയൊക്കെ കടന്നു പോകുമ്പോൾ താങ്ങി നിർത്തിയിരിക്കുന്ന കർത്താവിൻ്റെ വചനമാണ്. കർത്താവിൻ്റെ വചനം നമ്മളെ താങ്ങി നിർത്തും. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു പ്രാർത്ഥനയോടെ നമുക്ക് വചന ശുശ്രൂഷയിൽ പ്രവേശിക്കാം. വചനം നമ്മെ താങ്ങി നിർത്തട്ടെ. നമുക്ക് ഇങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഇതുവരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ വചനം ഞങ്ങളെ താങ്ങി നിർത്തതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇനിയും വചനം അയച്ച് ഞങ്ങളെ താങ്ങി നിർത്തണമേ. മനസ്സു തകർന്നവരെ ആശ്വസിപ്പിക്കണമേ. മനസ്സു തകർന്നവരെ ആശ്വസിപ്പിക്കണമേ. ഹൃദയം തകർന്നവരെ ബലപ്പെടുത്തണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. തടസ്സങ്ങൾ
ഇരിക്കുന്നവരെ വചനം അയച്ച് വിടുവിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല 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 ഹല. യേശുവേ ആരാധന 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 ആരാധന. ഈശോയെ നന്ദി നന്ദി. ഹല 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 ഹല. യേശുവേ ആരാധന 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 ആരാധന. മഴയും വരുന്ന പോലെ തിരുവചനം അണയും, മഞ്ഞും മഴയും വരുന്ന പോലെ തിരുവചനം അണയും. കൈകളടിച്ച് ഫലമേകാതെ വരില്ല, നിന്നിൽ ഫലമായി മാറിടും. ഫലമേകാതെ വരില്ല, നിന്നിൽ ഫലമായി മാറിടും. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ തലമാരെ തുള്ളിച്ചാടുന്നു. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ തലമാരെ തുള്ളിച്ചാടുന്നു. ഓ കർത്താവേ, ഞങ്ങളിലേക്ക് വചനം അയക്കണമേ കർത്താവേ. വചനമായി ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ. ഈശോയെ അവിടുന്ന് വചനമാണല്ലോ, വചനം മാംസമായി ധരിച്ച ഈശോയാണല്ലോ. ദൈവമേ, വചനമായി ഞങ്ങൾ വന്ന് നിറയണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ വചനം നിറയട്ടെ. ഞങ്ങളുടെ ദുഃഖത്തിലേക്ക് വചനം നിറയട്ടെ. ഞങ്ങളുടെ തകർച്ചകളിലേക്ക് വചനം നിറയട്ടെ. ഞങ്ങളുടെ പ്രതിസന്ധികളിലേക്ക് വചനം നിറയട്ടെ. എന്നിൽ വന്നു നിറയും വചനം യേശുവാകും വചനം, എന്നെ നയിക്കും വഴി കാട്ടും ജീവദായക വചനം. എന്നിൽ വന്നു നിറയും വചനം യേശുവാകും വചനം, എന്നെ നയിക്കും വഴി കാട്ടും ജീവദായക വചനം. പാവങ്ങൾ മാറുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു. പാവങ്ങൾ മാറുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു. കെട്ടുകളെല്ലാം പൊട്ടുന്നു, കൈകൊട്ടി പാടുന്നു. കെട്ടുകളെല്ലാം പൊട്ടുന്നു, കൈകൊട്ടി പാടുന്നു. കൈകൾ ഉയർത്തി കൈയടിച്ച് അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ തലമാരെ തുള്ളിച്ചാടുന്നു. ജീസസ്. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ തലമാരെ തുള്ളിച്ചാടുന്നു. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ തലമാരെ തുള്ളിച്ചാടുന്നു. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ തലമാരെ തുള്ളിച്ചാടുന്നു. ഈശോയുടെ നാമത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ ബന്ധനങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ ശക്തിയാൽ അനേക കുടുംബങ്ങൾ കൃപയിലേക്ക് വ്യാപരിക്കട്ടെ. ഹല 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 ഹല. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. ഹല 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 ഹല. യേശുവേ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന ആരാധന ആരാധന. ഓ കർത്താവേ, അസ്ഥിക്കുള്ളിലേക്ക് വചനം നിറയട്ടെ കർത്താവേ. അസ്ഥിക്കുള്ളിലേക്ക് വചനം നിറയട്ടെ. രോഗികളിലേക്ക് വചനം നിറയട്ടെ കർത്താവേ. ഓ കർത്താവേ, വലിയ വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ കർത്താവേ. ഹല 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 ഹല. യേശുവേ ആരാധന ആരാധന. ഈശോയെ 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 ആരാധന. ഈശോയെ ആരാധന. ഈശോയെ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവം ഉയർത്തുന്നത് ആരെയാണ്? പ്രിയമുള്ള സഹോദരങ്ങളെ, വളരുക, വലുതാവുക, ഉയർച്ച പ്രാപിക്കുക, ഇതൊക്കെ മനുഷ്യൻ്റെ ആഗ്രഹമാണ്. തീർച്ചയായിട്ടും അത് നല്ലതാണ്, ഒരിക്കലും തെറ്റല്ല. ഇതൊക്കെ നൈസർഗികമായ മനുഷ്യൻ്റെ ഉള്ളിലുള്ളതാണ്. ദൈവം പ്രചോദനം കൊടുക്കുന്നതുമാണ്. നമുക്കറിയാം, ചെറിയ കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾ എന്ത് ചെയ്യും? തങ്ങളുടെ ഒപ്പത്തിലുള്ള കുട്ടികളെയൊക്കെ ഒപ്പത്തിൽ നിന്ന് നോക്കിച്ച് നിന്നേക്കാളും പൊക്കം എനിക്കാണ് എന്നൊക്കെ ചിലപ്പോൾ കുട്ടികൾ പറയും.
കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ അല്ലേ, ചിലപ്പോൾ പപ്പയുടെ ഒപ്പം മമ്മിയുടെ ഒപ്പം ഒക്കെ നിന്നിട്ട് കുഞ്ഞുങ്ങൾ വെറുതെ ഇപ്പോൾ എനിക്ക് മമ്മിയേക്കാളും പൊക്കമുണ്ട്, പപ്പയുടെ ഒപ്പം പൊക്കമുണ്ട്. ചിലപ്പോൾ അമ്മ പറയും അല്ലേ, മമ്മിയൊക്കെ ചിലപ്പോൾ പറയും ഇപ്പോൾ പപ്പയുടെ ഒപ്പം പൊക്കമായല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരുക, ഉയരുക, അത് കുഞ്ഞുങ്ങളുടെ അടക്കമുള്ള ആഗ്രഹമാണ്. ഒരു പക്ഷേ മുതിർന്നവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക ജീവിതത്തിൽ കുറച്ചുകൂടെ വളർച്ചയുണ്ടാകണം, ഉയർച്ചയുണ്ടാകണം നമ്മുടെ ആഗ്രഹമാണ്. ബിസിനസ്സിൽ അല്ലെങ്കിൽ ജോലി മേഖലകളിൽ അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി പ്രാപിക്കുക, ഉയരുക, വളരുക, അങ്ങനത്തുള്ള ആഗ്രഹം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. നമ്മൾ അതിനെ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉയർത്തുന്നതും വളർത്തുന്നതും സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്ന ഉൾക്കാഴ്ചകൾ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞാൽ ഈ ഒരു മേഖലകളിൽ അത്ഭുതകരമായി വളരാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അതിനെക്കുറിച്ച് നമുക്ക് വെളിച്ചം കിട്ടുന്ന വചനം സങ്കീർത്തന പുസ്തകത്തിൽ 75-ാമത്തെ സങ്കീർത്തനത്തിൽ 6ഉം 7ഉം തിരുവചനങ്ങളാണ്. സാംസ് 75 വേഴ്സ് 6 and 7. കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ അല്ല ഉയർച്ച വരുന്നത്, ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ്. സന്തോഷത്തോടെ പറയാവോ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ, തെക്ക് നിന്നോ വടക്ക് നിന്നോ, മരുഭൂമിയിൽ നിന്നോ സമതല പ്രദേശത്തു നിന്നോ എങ്ങൊന്നുമല്ല ഉയർച്ച വരുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ചില ചിന്തകൾ വരാം. ചിലപ്പോൾ അവരുടെ കൂടെ നിന്നാൽ നമുക്ക് വളരാൻ പറ്റും, അവരുടെ കൂടെ നിന്നാൽ അവർ നമ്മളെ നന്നായിട്ട് ഉയർത്തിക്കൊണ്ട് പോകും. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൻ്റെ കൂടെ നിൽക്കുന്നതായിരിക്കും നല്ലത്. ചിലപ്പോഴെങ്കിലും പറയുന്ന ചില സെൻറ്റൻസുകൾ ഞാൻ ഓർക്കുകയാണ്. അതായത്, അവരുടെ കൂടെ നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല, വെറുതെ ഒരു ഉപകാരം ഉണ്ടായില്ല എന്നൊക്കെ ഉപദേശം കൊടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും ദുഃഖത്തോടെ മനുഷ്യർ പറയുന്ന കാര്യം ഓർത്തിട്ടുണ്ട്. എൻ്റെ അച്ഛാ, ഞാൻ ഇത്രയും കാലം കൂടെ നിന്നിട്ട് നമുക്കൊരു ഉയർച്ച ഒന്നും ഉണ്ടായില്ല എന്ന് പറയുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം നമ്മളെ തിരുത്തുകയാണ്. കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ നിന്നത് കൊണ്ടോ ഇവരുടെ കൂടെ നിൽക്കാതിരുന്നത് കൊണ്ടോ മരുഭൂമിയിൽ നിന്നോ ഒന്നുമല്ല ഉയർച്ച വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ കർത്താവ് വളരെ കൃത്യമായിട്ട് വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്, ഒരുവനെ ഉയർത്തുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ്. അപ്പോൾ ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളർത്തുന്നതും ഉയർത്തുന്നതും ദൈവമാണ്, മനുഷ്യനല്ല. മറക്കരുത്, വളർത്തുന്നതും ഉയർത്തുന്നതും ദൈവമാണ്, മനുഷ്യനല്ല. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തകൻ വളരെ ആനന്ദത്തോടുകൂടി സങ്കീർത്തകൻ ഒരു വചനം പറയുന്നുണ്ട്. 18-ാമത്തെ സങ്കീർത്തനത്തിൽ 35-ാമത്തെ തിരുവചനം, സാംസ് 18 വേഴ്സ് 35. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. നല്ല വചനമാണത്. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. അപ്പോൾ ദൈവത്തിന് ഒരു വ്യക്തിയോട് തോന്നുന്ന വാത്സല്യമാണ് അവനെ വലിയവനാക്കുന്നത്. ദൈവത്തിന് ഒരു വ്യക്തിയോട് തോന്നുന്ന, ഹൃദയത്തിൽ നിന്ന് തോന്നുന്ന വലിയ വാത്സല്യം എന്ന് പറഞ്ഞ സ്നേഹത്തിൻ്റെ അപ്പുറത്താണ്. വലിയ വാത്സല്യമാണ് അവനെ സമസ്ത മേഖലകളിലും ഉയർത്തുന്നതിന് കാരണമായി തീരുന്നത്. അതുകൊണ്ട് സങ്കീർത്തകൻ വലിയ ആനന്ദത്തോടെ പറയുകയാണ്, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന് നമ്മളെ കാണുമ്പോൾ വാത്സല്യം തോന്നണം. നമുക്ക് ആരോടാ വാത്സല്യം തോന്നുന്നത്? ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ജീവിയെ കണ്ടെന്ന് വിചാരിച്ചാൽ, ഒരു പാമ്പിനെ കണ്ടു, അല്ലെങ്കിൽ ഒരു കീരിയെ കണ്ട്, അല്ലെങ്കിൽ ഒരു പട്ടിയെ കണ്ട് നമുക്ക് വാത്സല്യം തോന്നുമോ? നമുക്ക് വാത്സല്യം തോന്നിയല്ല. എന്നാൽ നമുക്ക് പെട്ടെന്ന് വാത്സല്യം തോന്നുന്നത് ആരെയാ? ഇപ്പം ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടാൽ നമുക്ക് വാത്സല്യം തോന്നും, അല്ലേ? ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടാൽ നമുക്ക് അറിയാതെ തന്നെ വാത്സല്യം, സ്നേഹം, അല്ലേ? ആ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ നമ്മൾ കളിപ്പിക്കാൻ, അല്ലെ അവരെ എടുത്തുയർത്താൻ, അങ്ങനെ വലിയൊരു വാത്സല്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തോന്നും. എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവത്തിന് നമ്മുടെ മേൽ വാത്സല്യം തോന്നുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഉയർത്തുമ്പോൾ ഒരുപാട് നന്മകൾ ഈ ലോകത്തിൽ നടക്കും. ഞാനൊരു വചനം നിങ്ങളെ പരിചയപ്പെടുത്താം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യമാണ്. ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 12 വേഴ്സ് 32. വചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ഈ വചനത്തിന്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ഈശോ മിശിഹ കുരിശിൽ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് ആകർഷിക്കുമെന്നൊരു വെളിപ്പെടുത്തലാണ്. അത് വാസ്തവത്തിൽ ശരിയുമാണ്.
എൻ്റെ സഹോദരൻ, ഇതുപോലെ തന്നെ ഈശോ ഓരോ മനുഷ്യനെ ഉയർത്തി കഴിയുമ്പോൾ സംഭവിക്കുന്നത്, ആ മനുഷ്യരെല്ലാം അനേകം മനുഷ്യരെ ദൈവത്തിലേക്ക് ആകർഷിക്കുന്ന മനുഷ്യരായിട്ട് വരും. ഉദാഹരണം പറയാം, വിശുദ്ധ കൊച്ചുത്രേസ്യയോട് ദൈവത്തിന് വലിയ വാത്സല്യം തോന്നി. വിശുദ്ധ കൊച്ചുത്രേസ്യ ദൈവം ഉയർത്തി, വേദപാരംഗതയായിട്ട് ഉയർത്തി, മഹാവിശുദ്ധിയായിട്ട് ഉയർത്തി. എന്താ സംഭവിച്ചത്? അവള് അനേകം പേരെ കർത്താവിലേക്ക് ആകർഷിച്ചു. നമ്മുടെ കേരള സഭയിലെ എല്ലാ വിശുദ്ധരും വാഴ്ത്തപ്പെട്ടവരും നോക്കുക, കർത്താവിന് അവരുടെ മേൽ വാത്സല്യം തോന്നി, കർത്താവ് അവരെ ഉയർത്തി, അവരെല്ലാം അനേകം മനുഷ്യരെ ദൈവത്തിലേക്ക് ആകർഷിക്കുന്ന വിശുദ്ധരാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന് നമ്മളെ നോക്കുമ്പോൾ, നമ്മളെ കാണുമ്പോൾ വലിയ വാത്സല്യം തോന്നണം. ദൈവത്തിന് വാത്സല്യം തോന്നണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് വാത്സല്യം തോന്നുന്ന വിധത്തിലുള്ള ചില സ്വഭാവ സവിശേഷതകൾ നമ്മൾ വേണം. ഇപ്പൊ കുട്ടികളെ കാണുമ്പോൾ, കുഞ്ഞുങ്ങളെ കാണുമ്പോൾ വാത്സല്യം തോന്നുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ നിഷ്കളങ്കത കാണുമ്പോൾ, അവരുടെ പുഞ്ചിരി കാണുമ്പോൾ, അല്ലെ, അവരുടെ തുറന്ന പ്രകൃതം കാണുമ്പോൾ, ഇതൊക്കെയാണ് നമുക്ക് ആ ശിശുവിനെ കാണുമ്പോൾ വാത്സല്യം തോന്നുന്നത് കാരണം. എന്ന് പറയുന്നത് പോലെ ദൈവത്തിന് നമ്മളെ കാണുമ്പോൾ വലിയ വാത്സല്യം തോന്നുന്ന ചില സ്വഭാവ സവിശേഷതകൾ നമ്മളിൽ വേണം. അപ്പോൾ ദൈവം നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കും. അത് ഈശോ മിശിഹ വചനത്തിൽ കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് നമ്മളെ കാണുമ്പോൾ വാത്സല്യം തോന്നണം നമുക്കുണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്: ശിശുവിനെ പോലെ ചെറുതാകണം. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം ശിശുവിനെ പോലെ ചെറുതാകണം. അത് നമ്മൾ എവിടെയാ വായിക്കുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലാണ്. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. വചനം വെളിപ്പെടുത്തുകയാണ്, ഒരു ശിശുവിനെ കർത്താവ് എടുത്തു നിർത്തിയിട്ട് പറയുന്നത് എങ്ങനെയാണ്? ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. അപ്പൊ ദൈവത്തിന് നമ്മുടെ മേൽ വാത്സല്യം തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതാകുന്നതായി ദൈവം കാണണം, അല്ലേ? ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകണം. ചിലപ്പോഴെങ്കിലും നമ്മുടെ സമൂഹ ജീവിതത്തിൽ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അവൻ എന്നെ അങ്ങോട്ട് കൊച്ചാക്കി, എന്നെ അങ്ങോട്ട് ചെറുതാക്കി, അല്ലേ? അല്ലെങ്കിൽ ഒരു മോഡേൺ ലാംഗ്വേജ് പലതരത്തിൽ പറയും, അല്ലേ? നമ്മളെ അങ്ങോട്ട് ഒന്ന് ഇല്ലാതാക്കി, അങ്ങനെ പല ടേമുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ആരെങ്കിലും നമ്മളെ ചെറുതാക്കിയത് കൊണ്ടോ കൊച്ചാക്കിയത് കൊണ്ടോ അല്ല, മറിച്ച് നമ്മൾ തന്നെ സ്വയം ചെറുതാകണം. നമ്മൾ തന്നെ സ്വയം ചെറുതാകണം. അങ്ങനെ സ്വയം ചെറുതാകാൻ തുടങ്ങുമ്പോൾ ദൈവം വെളിപ്പെടുത്തുകയാണ്, ദൈവം അവരെ വളർത്തും, വലുതാക്കും, ഉയർത്തും. ഇതിന് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം ബൈബിളിൽ തന്നെയുണ്ട്. അത് നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിലാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല. പറയാവോ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈശോ സ്നാപക യോഹന്നാനെ വളരെ മനോഹരമായിട്ട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു സെന്റൻസ് പറയുകയാണ്: സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. എന്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എൻ്റെ സഹോദരങ്ങളെ. എന്നിട്ട് തുടർന്ന് പറയും, ദൈവരാജ്യത്തിലെ ആ ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. അത് പിന്നെ കർത്താവ് വലിയൊരു പ്രബോധനം കൊടുക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും എൻ്റെ സഹോദരങ്ങളെ സ്നാപക യോഹന്നാനെ കുറിച്ച് ഈശോ മിശിഹ ഇങ്ങനെ ഒരു വചനം പറയാൻ കാരണം? അതിന് കാരണം നിങ്ങൾക്കറിയാം, സ്നാപക യോഹന്നാൻ അതുപോലെ തന്നെ ചെറുതാക്കി. അത് നമ്മൾ കാണുന്നത് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 7ഉം 8ഉം വാക്യങ്ങളിലാണ്. ഗോസ്പൽ ഓഫ് സെന്റ് മാർക്ക് ചാപ്റ്റർ 1 വേഴ്സ് 7 and 8. അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു: എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു, കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഈശോ മിശിഹായുടെ മുമ്പിൽ സ്നാപക യോഹന്നാൻ തന്നെ ചെറുതാക്കി. ആ പറഞ്ഞു, കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ ഒരു വള്ളി അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അപ്പൊ സ്നാപക യോഹന്നാൻ തന്നെ ചെറുതാക്കി കഴിഞ്ഞപ്പോൾ ഈശോ മിശിഹ സ്നാപക യോഹന്നാനെ കുറിച്ച് പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചെറുതാകുന്നത്? നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ നോക്കുക, നമ്മുടെ സമൂഹ ജീവിതം നമ്മൾ നോക്കുക, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ നോക്കുക, നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫിൽ നോക്കുക. ദിവസവും എൻ്റെ സഹോദരങ്ങളെ 100 കണക്കിന് അവസരങ്ങളല്ലേ ചെറുതാകാനുള്ള അവസരങ്ങൾ കിട്ടുന്നത്. എത്രയോ തവണയൊന്ന് ചെറുതാകാൻ, എത്രയോ തവണയൊന്ന് താന്നു കൊടുക്കാൻ, എത്രയോ തവണയാണ് നമ്മളൊന്ന് മിണ്ടാതിരുന്നാൽ മതി, അവിടെ തന്നെ നമ്മൾ ചെറുതായി.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹം എന്താ? വലുതാകാനുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ പലതിനും അപ്പം തന്നെ ടക്ക് 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 എന്ന് പറഞ്ഞ് മറുപടി പറയുന്നത്. എന്നാൽ ഒന്ന് ചെറുതായി നിന്ന് കൊടുത്താൽ അപ്പം തന്നെ ഒറ്റ കാരണം പരിഗണിക്കുമ്പോൾ ദൈവത്തിന് വലിയ വാത്സല്യം തോന്നുകയും ദൈവം അപ്പം തന്നെ വലുതാക്കാനുള്ള സ്റ്റെപ്പ് ദൈവം എടുക്കുകയും ചെയ്യുന്ന വചനം നമുക്ക് ഉറപ്പ് തരികയാണ്. രണ്ടാമത്, ബൈബിളിൽ ദൈവത്തിന് നമ്മളെ കാണുമ്പോൾ വാത്സല്യം തോന്നാൻ ഉണ്ടാകേണ്ട സ്വഭാവ സവിശേഷത എല്ലാവരുടെയും ദാസനും ശുശ്രൂഷകനുമാകണം. അത് നമ്മൾ എവിടെയോ കാണുന്നത്? മർക്കോസിന്റെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിന്റെ 43-44 തിരുവചനങ്ങളിലാണ്. ഗോസ്പൽ ഓഫ് സെന്റ് മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് 43 and 44. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. വചനം വെളിപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് വലിയവനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങളൊരു ശുശ്രൂഷകനാകുക, താഴുക. നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? അതിന് എടുക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് എല്ലാവരുടെയും ദാസനായി തീരുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഒരു ദാസന്റെ മനോഭാവത്തിലേക്കോ ഒരു ശുശ്രൂഷകന്റെ മനോഭാവത്തിലേക്കോ ഒരു എളിയ മനോഭാവത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെറുതായി പോയി എന്നാണല്ലോ നമുക്ക് തോന്നുന്നത്. എന്നാൽ ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ, എഴുതപ്പെട്ട ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് സഹോദരങ്ങളെ. നമ്മൾ ദാസനാകുമ്പോൾ, ശുശ്രൂഷകനാകുമ്പോൾ നമ്മൾ വളരുകയും വലുതാകുകയും ഉയരുകയാണ് ചെയ്യുന്ന വചനം വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ബൈബിളിൽ ഏതെങ്കിലും വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ച അനേക ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. ആ ഉദാഹരണങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ബലം കൂടുതൽ കിട്ടുകയാണ്. ഇതിന് നല്ലൊരു ഉദാഹരണം നമ്മൾ കാണുന്നത് രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിലാണ്. 2 Kings chapter 3 verse 11. അതിന്റെ പശ്ചാത്തലം ഞാൻ നിങ്ങളോടൊന്ന് പറയാം. യഹോഷാഫാത്ത് എന്ന് പറഞ്ഞ രാജാവ്, ആ രാജാവ് യുദ്ധത്തിന് പോകുകയാണ്. അപ്പൊ സാധാരണഗതിയിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ യുദ്ധത്തിന് പോകണമോ വേണ്ടായോ എന്ന് ദൈവത്തിന്റെ പ്രവാചകന്മാരോട് ആലോചന ചോദിച്ചതിന് ശേഷമേ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. അപ്പോൾ യഹോഷാഫാത്ത് രാജാവ് വേഗം തന്നെ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഒരു ആലോചന ചോദിക്കാൻ, ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി വേഗം ഒരു പ്രവാചകനെ കണ്ടെത്താൻ വേണ്ടി പറയുന്നതാണ് ഇതിന്റെ പശ്ചാത്തലം. വചനം ഇങ്ങനെയാണ്. യഹോഷാഫാത്ത് ചോദിച്ചു, കർത്താവിന്റെ ഹിതം ആരായേണ്ടതിന് അവിടുത്തെ ഒരു പ്രവാചകൻ ഇവിടെ ഇല്ലേ? ഇസ്രായേൽ രാജാവിന്റെ ഒരു സേവകൻ പറഞ്ഞു, ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷാഫാത്തിന്റെ മകനുമായ ഏലീഷ ഉണ്ട്. പറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ എന്റെ സഹോദരങ്ങൾ, യഹോഷാഫാത്ത് രാജാവ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സേവകൻ പറഞ്ഞ മറുപടി എന്താ? നമ്മുടെ ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്ന ഏലീഷ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഏലീഷ എന്ന് പറഞ്ഞാൽ ആരാ? ബൈബിളിൽ ഈശോ ചെയ്തതുപോലത്തെയുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിച്ച അത്രയും ശക്തിയുള്ള ഒരു പ്രവാചകനാണ്. ആ പ്രവാചകനെ കുറിച്ച് എന്തുമാത്രം കാര്യങ്ങളാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങൾ, ഞാൻ ചിന്തിച്ചു, ഇപ്പം ഞാനാണ് ഈ രാജാവിൻ്റെ സേവകൻ എന്ന് കരുതുക. അപ്പോൾ പ്രവാചകന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് എന്നോടാണ് ചോദിക്കുന്നതെന്ന് കരുതുക. ഒരെണ്ണം ഞാൻ പറയാൻ സാധ്യതയുള്ള മറുപടി എന്തായിരിക്കും എന്നറിയാം. ഉണ്ടോന്ന്. നമ്മുടെ ഏലീഷ ഇവിടെയുണ്ട്. അതായത് നമ്മുടെ വിഷം കലർന്ന ഭക്ഷണമില്ലേ, അത് പെട്ടെന്ന് ശരിയാക്കി, അതൊറ്റ പ്രാർത്ഥനയ്ക്ക് ശരിയാക്കിയ ആ വെള്ളത്തിൽ പോയ കോണാരിയില്ലേ, അത് പൊക്കിയെടുത്ത നമ്മുടെ ശൂന്യങ്കാരി, ആ ശൂന്യങ്കാരിയുടെ മകളെ ഉയർപ്പിച്ച അത്രയും സത്യങ്ങൾ നമ്മുടെ ഏലീഷ പ്രവാചകൻ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഏലീഷ ചെയ്ത അത്ഭുതങ്ങളാണ്. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, അതൊന്നുമല്ല ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏലീഷ ചെയ്ത ഏറ്റവും ദാസനും ഏറ്റവും ശുശ്രൂഷകനുമായി മാറിയ ആ രംഗമാണ്. തൻ്റെ ഗുരുവായ ഏലിയ പ്രവാചകന് വെള്ളം ഒഴിച്ചു കൊടുത്ത ആ ഏറ്റവും താഴ്ന്ന ദാസന് ശുശ്രൂഷമായി ചെയ്ത പ്രവൃത്തിയാണ് ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നോക്ക സഹോദരങ്ങളെ, ഏലിയായെക്കാളും അഭിഷേകത്തിന്റെ വലിയ ശക്തിയോടുകൂടി ഏലീഷ ആത്മാവിന് ഇരട്ടി പങ്കുമായി ദൈവം ഉയർത്തിയത് കണ്ടില്ലേ? ഏലീഷാനെ ആത്മാവിന് ഇരട്ടി പങ്കുമായി ദൈവം ഏലീഷാനെ ഉയർത്തിയത് കണ്ടില്ലേ? ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചിന്തിച്ചു നോക്കുക. നമുക്ക് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി, എളിമയുടെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി, ദാസനായി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി എത്ര അവസരങ്ങൾ കിട്ടുന്നത്. അതെല്ലാം പ്രയോജനപ്പെടുത്തുമ്പോൾ ഓർക്കുക, ദൈവത്തിന് നമ്മളോട് വാത്സല്യം തോന്നുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പ്രവൃത്തികൾ വരുമ്പോൾ ഈ വചനമൊക്കെ ഓർക്കണം.
ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും ദൈവം ഉയർത്തണമെങ്കിൽ ദൈവത്തിന് നമ്മുടെ മേൽ നമ്മളെ കാണുമ്പോൾ വാത്സല്യം തോന്നേണ്ട മൂന്നാമത്തെ സ്വഭാവ സവിശേഷത ഇതാണ്. എല്ലാത്തിനും അവസാനത്തവനാകണം. അത് നമ്മൾ വായിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലാണ്. അവർ പിന്നീട് കഫർനാമിലെത്തി. അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചോ, വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത്? അവർ നിശബ്ദരായിരുന്നതേ ഉള്ളൂ. കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത്. അവൻ ഇരുന്നിട്ട് 12 പേരെ വിളിച്ചു പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. അപ്പോസ്തലന്മാർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ തർക്കം വരാം. നമ്മൾ ആരാണ് വലിയവൻ? കർത്താവ് പറയാണ്, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനായി വരണം എന്ന് പറഞ്ഞാൽ കുട്ടികൾ കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. സ്കൂളിൽ ഒന്നാമതെത്തണം, ആ കാര്യത്തിലൊന്നും വ്യത്യാസമില്ല. പഠനത്തിൻ്റെ കാര്യത്തിൽ ഒന്നാമതെത്തണം, അല്ലെങ്കിൽ പ്രാർത്ഥന കാര്യത്തിൽ ഒന്നാമതെത്തണം. അതല്ല. മനുഷ്യൻ്റെ സ്വാർത്ഥപരമായ പല ആഗ്രഹങ്ങളിലും ഒന്നാമതെത്തണം എന്നുള്ള ചിന്ത മാറി അവസാനത്തവനായിട്ട് മാറണം. അവിടെയാണ് ദൈവത്തിന് നമ്മൾ വാത്സല്യം തോന്നുകയാണ്. വീണ്ടും എൻ്റെ സഹോദരങ്ങളെ, 4-ാമത്തെ സ്വഭാവ സവിശേഷത ദൈവത്തിന് നമ്മുടെ മേൽ വാത്സല്യം തോന്നാൻ ഇതാണ്, തന്നെ താഴ്ത്തണം. അത് നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലാണ്. Gospel of St. Luke chapter 18 verse 14. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. പശ്ചാത്തലം നമുക്കറിയാം. ഫരിസേനൻ ചുങ്കക്കാരനുമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ തന്നെ താഴ്ത്താൻ, ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ ഇതാണ് എന്ന് നമ്മളെക്കുറിച്ച് പൊക്കി പറയാനും മറ്റുള്ളവരെ കമ്പയർ ചെയ്യാനുള്ള സ്വഭാവ രീതികൾ മാറ്റിവെച്ചിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമപ്പെട്ട് നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ ദൈവത്തിന് നമ്മുടെ മേൽ വലിയ വാത്സല്യം തോന്നുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുറന്നു വരുന്ന ആരാധന സമയത്ത് നമുക്ക് പ്രത്യേകം കർത്താവിനോട് കൃപ ചോദിക്കാം. സ്വയം ചെറുതാകാൻ, തന്നെ താഴ്ത്താൻ, എളിമപ്പെടാൻ, ദാസനാകാൻ, ശുശ്രൂഷകനാകാൻ, അവസാനത്തവനാകാൻ കർത്താവ് വലിയ കൃപ തരും. ഈ ചോദിക്കുന്നവർ കർത്താവ് ഈ കൃപ ഉറപ്പായിട്ട് തരും എന്ന് മാത്രമല്ല, വരും നാളുകളിൽ ദൈവം വലിയ കൃപയുടെ അഭിഷേകത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും ഉയർത്തും. ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായം. അവിടുന്ന് സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ സമാനത അതെല്ലാം വിട്ട് ഒരു ദാസനെ പോലെ മനുഷ്യനായി തന്നെ താഴ്ത്തി. ഈശോയുടെ മനോഭാവമാണത്, നമ്മൾക്കുണ്ടാകേണ്ട മനോഭാവമാണത്. ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണ്. ജീവിത പങ്കാരുടെ മുമ്പിൽ, മാതാപിതാക്കളുടെ മുമ്പിൽ, സഹോദരങ്ങളുടെ മുൻപിൽ, കർത്താവ് അധികാരികളുടെ മുമ്പിൽ താഴ്ന്നു നിൽക്കാൻ, ചെറുതാകാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണം. കർത്താവെ അതിന് ഞങ്ങളെ വളർത്തണമേ. കർത്താവെ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ഇത്ര ചെറുതാകാൻ ഇത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്ത് വേണം, ഇത്ര ചെറുതാകാൻ ഇത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്ത് വേണം. മറ്റുള്ളവർ മുമ്പിൽ സ്വയം ചെറുതാകാൻ തീരുമാനമെടുത്ത്, തന്നെ താഴ്ത്താൻ തീരുമാനമെടുത്ത് കർത്താവിനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ വലിയ ശക്തി വ്യാപരിക്കും. അനേക രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കും. അനേകം പേരുടെ ബന്ധനങ്ങളുടെ തടസ്സങ്ങൾ കർത്താവ് മാറ്റും. അനേകരുടെ മേഘത്തിൻ്റെ തടസ്സങ്ങൾ മാറ്റി കർത്താവ് ഉയർത്തും. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് വിളിക്കുന്ന എളിമപ്പെട്ട് വിളിക്കുന്നു. ഈ ജീവിതം തന്നതിനായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാൻ
എനിക്കായുസു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും മതി തീരുമോ, എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ.